പാകിസ്ഥാനുമായി സംഘർഷം മൂർച്ഛിക്കുന്നു എന്ന വാർത്തകളെ തുടർന്ന് ഇന്ത്യൻ വിപണി ഇന്നലെ മൈനസിലാണ് ക്ലോസ് ചെയ്തത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടന്നതിനെ തുടർന്ന് ഇന്നലെ 8 മണിക്ക് തുടങ്ങിയ ആക്രമണം പുലർച്ചെ 4:30 വരെ നീണ്ടു നിന്നിരുന്നു. ജിഎൻഎക്സ് നിഫ്റ്റി ഈ അവസരത്തിലാണ് 300ഓളം പോയിന്റ് മൈനസ് ആയിട്ടാണ് ട്രേഡ് ചെയ്തത്. ഇപ്പോൾ ഏതാണ്ട് 250ഓളം പോയിന്റ് മൈനസ് ആയിട്ടാണ് ഇപ്പം വ്യാപാരം നടക്കുന്നത്. ഇന്ത്യൻ കമ്പനികൾ അമേരിക്കയിൽ ലിസ്റ്റ് ചെയ്ത ADR, പ്രത്യേകിച്ച് ബാങ്കിങ് ADR എല്ലാം ഇന്നലെ ഒരു 4% മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. മിക്കവാറും നിഫ്റ്റി ഇന്ന് കാണിക്കുന്നത് മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്യുമെന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇനി US മാർക്കറ്റുകളെല്ലാം ഇന്നലെ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. UK US ട്രേഡ് ഡീല് ആയതിനെ തുടർന്നാണ് ഇന്നലെ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തത്. ഏതാണ്ട് അമേരിക്കയ്ക്ക് ഫേവറബിൾ ആയിട്ടാണ് ഇപ്പോൾ ഈ ട്രേഡ് ഡീല് വന്നേക്കുന്നത്. ഇതേ തുടർന്ന് യൂറോപ്യൻ വിപണികൾ മൈനസിലേക്ക് വന്നു. US വിപണികളെല്ലാം പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ഏഷ്യൻ വിപണികളിൽ ഒരു മിക്സഡ് ആയിട്ടാണ് വ്യാപാരം നടക്കുന്നത്. വരുന്ന റിസൾട്ടുകളെല്ലാം മികച്ച റിസൾട്ടുകളാണ് പബ്ലിഷ് ചെയ്യുന്നത്. കാനറ ബാങ്ക്, കല്യാൺ ജുവൽസ്, L&T, ബ്രിട്ടാനിയ, ടൈറ്റൻ, ബയോകോൺ എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ് വന്നത്. അതുപോലെ തന്നെ ഏഷ്യൻ പെയിന്റിന്റെ റിസൾട്ട് മാർക്കറ്റിനെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റ ചൈനയുടെ ട്രേഡ് ഡേറ്റയാണ്. അതുപോലെ തന്നെ ബാങ്കിന്റെ ഡെപ്പോസിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഗ്രോത്ത് ഡേറ്റ വരും. FOMC മെമ്പേഴ്സിന്റെ ചില സ്പീച്ച് ഉണ്ട് ഇന്ന് US-ൽ. അതുപോലെ മറ്റൊന്ന് ഇന്ത്യയിലെ മിലിറ്ററിയുടെ പത്രസമ്മേളനമാണ്. 9 അല്ലെങ്കിൽ 10 മണിയോടുകൂടി നടക്കുമെന്നാണ് ഇപ്പം പറയുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ തിരിച്ചടികളുടെ ഒരു കൃത്യമായ ചിത്രം ഇതിലൂടെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത്തരം സമയത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത അവസരത്തിലാണ് മാർക്കറ്റിൽ അത്യാവശ്യം ഫ്ലക്ച്വേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് കണക്കാക്കി വേണം പൊസിഷൻ എടുക്കാൻ. ഇൻട്രാഡേ ചെയ്യുന്നവരൊക്കെ ഇൻട്രാഡേ തന്നെ പൊസിഷൻ എക്സിറ്റ് ചെയ്ത് മാറുക. അടുത്ത ദിവസത്തേക്ക്, ഇന്ന് വെള്ളിയാഴ്ചയാണ്, 2 ദിവസം മാർക്കറ്റിന് അവധിയായതുകൊണ്ട് അടുത്ത ദിവസത്തേക്ക് പൊസിഷൻ കൊണ്ടുപോകുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. ഇന്നിനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട റിസൾട്ട് ഡോക്ടർ റെഡ്ഡീസ്, ABB, സ്വിഗ്ഗി, ബാങ്ക് ഓഫ് ഇന്ത്യ, മണപ്പുറം ഫിനാൻസ്, ബിർള കോർപ്പറേഷൻ, സെറ സാനിറ്ററി വെയർ ആണ്. നാളെ അപ്പോളോ പൈപ്സ്, അതിൽ ഓട്ടോ, ബോറോസിൽ റിന്യൂവബിൾ, മംഗളം സിമെന്റ് എന്നിവയുടെ റിസൾട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പാക് ആയിട്ടുള്ള യുദ്ധമാണ്. അപ്പോൾ കഴിവതും അടുത്ത ദിവസത്തേക്ക് പൊസിഷൻ കൊണ്ടുപോകാതിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.